ഹലോ വ്യൂവേഴ്സ്, നമുക്ക് ബിഗ് ബോസ് സീസൺ 7 കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചാലോ. നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബിഗ് ബോസ് സീസൺ 7 August 3 പ്രീമിയർ നമുക്ക് പ്ലാൻ ചെയ്തേക്കുന്നുള്ള രീതിയിലാണ് ഏഷ്യനെറ്റിൻ്റെ പ്രമോസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൻ്റെ ഏറ്റവും വെറൈറ്റി കാര്യം എന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഹൗസ്, ബ്രാൻഡഡ് ഹൗസ്, ഒരു എക്സ്ക്ലൂസീവ് ഹൗസ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ചെന്നൈയിലാണ് ലൊക്കേഷൻ. ചെന്നൈയിൽ ഒരു EVP ഫിലിം സിറ്റി കേട്ടിട്ടില്ലേ? അപ്പം അവിടെയാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ 7th സീസൺസിൻ്റെ കാര്യങ്ങളും അടിയും പിടിയൊക്കെ നടക്കുന്നതെന്നുള്ളതാണ് സത്യം. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് അവർ പ്ലാൻ ചെയ്തേക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റിയത്, എല്ലാ പ്രാവശ്യവും ഒരു കോമണർ, 2 കോമണർ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം മേ ബി. പക്ഷേ കോമണർ ആണെങ്കിലും അവരൊരു പ്യുവർ സിവിലിയൻസ് ആയിരുന്നില്ല. ഇപ്പോൾ പ്യുവർ സിവിലിയൻസ് കോൺസെപ്റ്റിൽ സിവിലിയൻസ് വേഴ്സ് നമ്മുടെ സെലിബ്രിറ്റീസ് ഒരു മാച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം കൂടുതൽ സിവിലിയൻസ് ഇൻ ദ സെൻസ് അവരധികം സെലിബ്രിറ്റീസ് അല്ല, കൂടുതൽ നമ്മുടെ സോഷ്യൽ പ്ലാറ്റ്ഫോംസിലൊന്നും ആക്റ്റീവ് അല്ലാത്ത കുറച്ച് മെമ്പേഴ്സിനെയാണ് ഇവർ പിടിച്ചിട്ട് നമ്മുടെ കണ്ടസ്റ്റൻസ് ആക്കിയേക്കുന്നുള്ളതാണ് നമ്മളുടെ ഒരു അറിവ്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മാച്ച് ആയിരിക്കുന്നത് കൊണ്ട് കുറച്ചും കൂടെ സാധാരണ ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കണക്റ്റഡ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ മോഹൻലാൽ സാർ തന്നെയാണ് ഹോസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് തന്നെയാണ്. കാരണം മോഹൻലാൽ സാറിൻ്റെ ഒരു 3-4 പ്രമോ വീഡിയോസ് ഓൾറെഡി വന്നിട്ടുണ്ട്. പ്രമോ വീഡിയോസിൽ ക്ലിയർ ആയിട്ട് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്, വിക്ടിംസ് പരിപാടികളൊന്നും നടക്കില്ല. പെങ്ങളൂട്ടി കളി, അല്ലെങ്കിൽ പ്രണയ കാർഡുകൾ കളി, അല്ലെങ്കിൽ ഇപ്പം സൈലൻസ് കളി, അല്ലെങ്കിൽ അയ്യോ ഞാൻ പാവം എന്നുള്ളൊരു കോൺസെപ്റ്റ്, ഈ പരിപാടി ഒന്നും നടക്കത്തില്ല എന്നുള്ളതാണ് ആക്ച്വലി ഈ പ്രമോയിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതങ്ങനെ തന്നെ സംഭവിച്ചാൽ കുറച്ചും കൂടെ ഷോ റൈറ്റി ആയിരിക്കും. ബിഗ് ബോസ് എന്നുള്ളൊരു ഗെയിമിനെ ഗെയിമായിട്ട് കളിക്കാനായിട്ട് ടാലൻറ്റഡ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് വന്നാൽ ദാറ്റ് ഈസ് ഫാർ ബെറ്റർ. അതുപോലെ ഈ പ്രാവശ്യം നമ്മുടെ ബിഗ് ബോസിലേക്ക് എൻട്രി ചെയ്യുന്ന ഡേ, അതായത് August 3 പ്രീമിയർ എപ്പിസോഡിൽ ഏതൊരു ഫാമിലി മെമ്പർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും അവരുടെ കൂടെ നിന്ന് ഒരു അവരുടെ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്. അപ്പം ലോഞ്ച് ടൈമിൽ ഇവരെയും കൂടെ വെച്ചിട്ടായിരിക്കും, അവരുടെ പ്രസൻസിലായിരിക്കും ഹൗസിലേക്ക് ഇവർ എൻട്രി ചെയ്യുന്നുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ മെയിൻ കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഷോ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അതോടൊപ്പം നമുക്ക് ആരൊക്കെ വരാൻ സാധ്യതയുണ്ട് നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് രേണു സുധി അറിയാം, തൃശ്ശൂർകാരിയാണ്. ഇപ്പം ഒരു മോഡലാണ്, ഡ്രാമ ആർട്ടിസ്റ്റ്, അതാണ് ഷോർട്ട് ഫിലിംസ് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പല ഇൻഫ്ലുവൻസർ എന്ന് പറയാം. വ്യക്തമായ അഭിപ്രായവും കാര്യങ്ങളുള്ള ഒരാളാണ്. അറൗണ്ട് ഒരു 30-35 ഇയേഴ്സ് ഓൾഡാണ് പുള്ളിക്കാരത്തി. സോ ആൾ വന്നാൽ കുറച്ച് കിടിലമായിരിക്കും എന്ന് വിശ്വസിക്കാം. പിന്നെ വിൻസി അലോഷ്യസും ഇതുപോലെ ഹാസ്യപരമായിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുന്ന ഒരു ഹീറോയിനാണ്, നടിയാണ്, കോഴിക്കോടുകാരിയാണ്. എനിക്ക് തോന്നുന്നു 30-32 ഇയേഴ്സ് ഓൾഡായിരിക്കും പുള്ളിക്കാരത്തി. കുറച്ച് അധികാരികം നിറഞ്ഞ പ്രകടനങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കാം വിൻസി അലോഷ്യസ്. നോട്ട് ഷുവർ, അവർ വന്നാൽ നല്ലതായിരിക്കും. അതുപോലെ അനുമോൾ, സ്റ്റാർ മാജിക്കിലൊക്കെ കണ്ട അനുമോള്, പുള്ളിക്കാരത്തിക്ക് ഒരു 28-33 ഇയേഴ്സ് ഓൾഡാണ്. പാലക്കാടുകാരിയാണ്. ഹാസ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഒരു ആർട്ടിസ്റ്റാണ്, സീരിയൽ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയാം. ഷീ ഈസ് ഓൾസോ ഗുഡ്. പിന്നെ നമുക്ക് ട്രിവാൻഡ്രംകാരനായ ആദിത്യൻ ജയൻ കുറച്ച് വിവാദങ്ങളൊക്കെ മുന്നീട് ഉണ്ടാക്കിയ ഒരാളാണ്. ഒരു 45-50 ഇയേഴ്സ് ഏജ് ഗ്യാപ്പിലുള്ള ഒരാളാണ്. സിനിമയിലും സീരിയൽസിലുമൊക്കെ അഭിനയിക്കുന്ന ടൈപ്പ് ആളാണ്. പിന്നെ നമുക്ക് സുജയ പാർവതി, 35-40 ഇയേഴ്സ് ഒക്കെ വരുന്ന ഒരാളാണ്, കോഴിക്കോടുകാരിയാണ്. കൂടുതലും ഈ മാധ്യമപ്രവർത്തനവും സോഷ്യൽ ആക്ടിവിസ്റ്റൊക്കെയാണ്. ശക്തമായ രാഷ്ട്രീയ നിലപാടും കാര്യങ്ങളും കാണുമെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. പിന്നെ ജിഷിൻ മോഹൻ, നമ്മുടെ കൊല്ലംകാരൻ്റെ പ്രകടനം സീരിയലിൽ വില്ലൻ റോളിലൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു സൈലൻറ്റ് ഗെയിമൊക്കെ പ്ലാൻ ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ജിഷിൻ മോഹൻ 35-40 ഇയേഴ്സാണ് വരാൻ മീൻസ് ആളുടെ ഏജ് പറയുന്നത്. അതുപോലെ കിങ്ങിണി ഗായത്രി 25-30, ഒരു ഫൺ ബേസ്ഡ്, ഒരു ടെക് ഹാസ്യ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും.
ഏജ് ഒരു 25 to 30 ആണ്. ഈ പറയുന്ന ആളുടെയും ആലപ്പുഴയാണ് സ്വദേശം. സിമ്പിളായിരിക്കും, ഒരു ഫൺ ബേസ്ഡ് മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പുള്ളിക്കാരത്തി ഉണ്ടെങ്കിൽ സാധിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബോബൻ ആലുമൂടൻ ഒരു 45 to 55 ഇയേഴ്സാണ്. നമുക്കറിയാം, കോട്ടയംകാരനാണ്. സിനിമ, TV അനുഭവം ഒക്കെ കുറേ ഉള്ള ഒരാളാണ്. പുള്ളിക്കാരൻ പൊളിക്കും വന്ന അപ്പാണി ശരത്ത് കുറേ ആൾക്കാർ പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞതാണ്. 28 to 35 ഇയേഴ്സൊക്കെയാണ് പുള്ളിക്കാരൻ്റെ ഒരു ഏജ്. അപ്പാണി ശരത്ത് തിരുവനന്തപുരംകാരനാണ്. അതുപോലെ തന്നെ ആക്ഷൻ റോളുകളൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്. ആക്ഷൻ റോളുകൾ, എനർജറ്റിക് ആയിട്ടുള്ള റോളുകളൊക്കെ ചെയ്യുന്നു. നോക്കാം, വന്നാൽ സെറ്റ് ആകുമായിരിക്കും. ആർക്കും അറിയത്തില്ല ആയിട്ടുള്ള പേഴ്സണൽ ക്യാരക്ടേഴ്സ് ഒന്നും, പക്ഷെ എക്സാക്ട്ലി വന്നാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. ദെൻ കിളി പോൾ ഒരു താൻസിയാർക്കാരനാണ്. നമ്മുടെ രാജ്യം വിട്ടു വേറൊരു രാജ്യമാണ്. ഗസ്റ്റ് റോൾ എന്തെങ്കിലുമൊക്കെ ഗസ്റ്റായിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ രീതിയിൽ വരാൻ, ഒരു വെറൈറ്റിക്ക് വരാൻ സാധ്യതയുണ്ട്. പുള്ളിക്കാരനായാലും 25 to 30 ഇയേഴ്സാണ്. വൈറൽ ഇൻഫ്ലുവൻസറാണ്. നമ്മുടെ മലയാളം പാട്ടുകളൊക്കെ കൂടുതലും പാടി സോഷ്യൽ മീഡിയയിൽ മൊത്തം വൈറലായി നിൽക്കുന്ന ഒരാളാണ്. പിന്നെ നമുക്ക് മറ്റേ ഹെയ്തി സാദിയ എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ന്യൂസ് റീഡറാണ്. കേരള ആണ്. പുള്ളിക്കാർത്തിക്ക് 25 to 30 ഇയേഴ്സാണ്. കൊച്ചി സ്വദേശിയാണ്. വന്നാൽ കുറച്ചും കൂടെ ഇടതുപക്ഷം പിന്തുണയൊക്കെ കിട്ടുന്ന ടൈപ്പ് ഓഫ് ആളാണ്. കുറച്ച് അവരുടെ കാര്യങ്ങളും ആസ് എ നോർമൽ ഒരു ഹ്യൂമൻ്റെ ആണൊക്കെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യും. എനിക്ക് തോന്നുന്നു കുറച്ച് നല്ലതായിരിക്കും. വീഡിയോസൊക്കെ കണ്ടിട്ട് ആൾ അത്യാവശ്യം കോമിക് ടൈപ്പ് ഓഫ് ആണ്. സോ വി ആർ എക്സ്പെക്ടിങ് ദാറ്റ്. പിന്നെ ഒരു ലെസ്ബിയൻ കപ്പിൾസ് ഇല്ലേ, അദില, നൂറ, അവരെയും സാധ്യത വളരെ കൂടുതലാണ്. അവർക്ക് ശരിക്കും 25 to 30 ഇയേഴ്സാണ്. രണ്ടുപേരും ഈ മലപ്പുറംകാരാണ്. നമുക്ക് കൂടുതലും പറയുകയാണെങ്കിൽ സാമൂഹിക സാന്നിധ്യത്തിനെയൊക്കെ കൺസേൺ ചെയ്ത് കുറേ കാര്യങ്ങൾ പറയാനൊക്കെ അറിയാവുന്നവരായിരിക്കാം എന്ന് വിശ്വസിക്കാം. പിന്നെ ഒരു ബിന്നി സെബാസ്റ്റ്യൻ, എനിക്ക് തോന്നുന്നു ഗീതാ ഗോവിന്ദാണോ, കുടുംബ സീരിയലുകളിലുള്ള ഒരു പ്രണയ ജോഡി എന്നുള്ളതൊക്കെ പറയാം അല്ലേ. പ്രണയ ജോഡിയല്ല, പ്രിയപ്പെട്ട ഒരു നായിക എന്നുള്ള രീതിയിൽ തന്നെ പ്രണയ ജോഡിയല്ല. സോ പുള്ളിക്കാരത്തി കുറച്ച് ലുക്ക് വൈസ് അടിപൊളിയാണ്. 25 to 30 ഇയേഴ്സ് ഓൾഡ്. വന്ന സെറ്റായിരിക്കും. കണ്ണൂരുകാരിയാണ്. പിന്നെ നമുക്ക് രജനീഷ് എന്ന് പറയുന്ന ഒരു ആങ്കർ അല്ല, മീൻസ് ആങ്കർ എന്ന് തന്നെ പറയാം, ചാനൽ അവതാരകൻ. ആ പുള്ളിക്കാരൻ പൊളിയല്ലേ, സെറ്റല്ലേ, പക്ക ഒരു അരവിറപ്പിക്കാത്ത ഒരു സെറ്റ് രീതിയിൽ നീറ്റായിട്ടൊരു ഇൻ്റർവ്യൂ ഒക്കെ ഫിനിഷ് ചെയ്യുന്ന ഒരാൾ. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വരണം സത്യം പറഞ്ഞാൽ. അങ്ങനെയൊക്കെ വന്നാലേ നമുക്ക് ഒരു ഗെയിം അങ്ങോട്ട് സ്പിരിറ്റ് ആവുള്ളൂ. അതല്ലാതെ കുറച്ച് മുഖം മൂടി ഇട്ടിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെയുള്ള വെറൈറ്റി ആൾക്കാർ വരണം. അപ്പം കുറച്ച് തമാശ കാണും. അതാണ് പിന്നെ ഒരു വൈറ്റ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ ആയിരിക്കും അവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ അതിനൊക്കെ ഈ പ്രശാന്ത് പുന്നപ്ര ഒരു 30 to 35 ഇയേഴ്സ്, ആലപ്പുഴക്കാരനാണ്. ഹാസ്യശൈലി പ്രകടനമൊക്കെ കൂടുതലും കാണാൻ സാധ്യതയുള്ള ഒരാളാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു സക്സസ്ഫുൾ മൈത്രൈൻ സാർ. സോ ആക്ച്വലി ഐ ലവ് ഹിം. പുള്ളിക്കാരുടെ തോട്ടും കാര്യങ്ങളും, പുള്ളി സ്റ്റിക്ക് ഓൺ ഹിസ് തോട്ട്, എവ്രിതിങ് ഇസ് റൈറ്റ് എന്നുള്ള രീതിയിൽ. ഓക്കെ, എനിവേ, സോ ഒരു സാമൂഹ്യ ചിന്തകനാണ്. ആളുടെ വേ ഓഫ് സംഭവം ആക്ച്വലി ഐ ആം ഫോളോയിങ് ഹിസ് ഓൾ whatever he is saying, I just admire it. Okay, my friends are 50 to 60 years ഒക്കെയാണ്. പിന്നെ നമ്മുടെ ജീവിച്ചിരിക്കുന്ന ദൈവം എന്നുള്ള രീതിയിൽ വിശേഷിപ്പിക്കുന്ന നാഗസൈതന്ത്രി 30-50 ഇടയ്ക്കൊക്കെ വയസ്സാണെന്നാണ് വിശ്വസിക്കുന്നത്. കണ്ണൂരുകാരിയാണ്. മൈത്രൻ സാറ് തിരുവനന്തപുരംകാരനാട്ടോ. പിന്നെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആൾക്കാർ സെറ്റാക്കി വരുന്ന ആളാണ്. ഒരു പ്രാന്തമായിട്ടുള്ള ചിന്താഗതി എന്നുള്ളതൊക്കെ പറയാം അല്ലേ, അങ്ങനെ കൊണ്ടുവരുന്ന ആളാണ്. സോ ഇത്രയൊക്കെ കണ്ടസ്റ്റൻസ് ഒക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കിയൊക്കെ നമുക്ക് കണ്ടറിയാം. സോ വെയിറ്റിംഗ് ഫോർ ബിഗ് ബോസ് സീസൺ 7. നമുക്ക് ബിഗ് ബോസ് സീസൺ 7 തുടങ്ങുമ്പോൾ തൊട്ടുള്ള റിവ്യൂ തുടങ്ങാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.